പ്രേമം, പ്രണയം തുടങ്ങിയ വാക്കുകളൊക്കെ നമുക്ക് സുപരിചിതമാണ്. ഈയിടയ്ക്ക് ലിമറൻസ് എന്നൊരു വാക്ക് കേട്ടു, പുതുതായി പഠിച്ചു. അത് കേരളത്തിലെ സാഹചര്യത്തിൽ ആ വാക്കിന് വലിയ പ്രസക്തി ഉള്ളതുപോലെ തോന്നി. സംഗതി ഇതാണ്, ഒരാൾക്ക് മറ്റൊരാളോട്, ആണാകാം പെണ്ണാകാം, തോന്നുന്ന അമിതമായ താല്പര്യം, അമിതമായ ഒരു സ്നേഹം, നമ്മൾ അറിയാതെ തന്നെ നമുക്ക് തോന്നിപ്പോകുന്ന ഒരു ആകർഷണം. അത് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, എങ്കിലും നമുക്ക് അയാളോടുള്ള അയാളെപ്പറ്റിയാണ്, ആ നമ്മുടെ എതിർ ഭാഗത്ത് ആണാകാം പെണ്ണാകാം അവരെപ്പറ്റിയാണ് നമ്മൾ സദാസമയം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ സമയത്തിൻ്റെ ഈ ഒരു 80% 90% ഭാഗവും അത് അയാളെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെ അവരെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഇത്രയധികം സ്നേഹം, അവരുടെ ഒരു വാക്കോ നോക്കോ അത് കാണാൻ വേണ്ടി, കിട്ടാൻ വേണ്ടിയും പിന്നെ അതിനുവേണ്ടി ആറ്റുനോറ്റിരിക്കുന്നു. അത് ഒരു നോട്ടം കിട്ടിയാൽ മതി, അല്ലെങ്കിൽ അവരുടെ ഒരു പുഞ്ചിരി കിട്ടിയാൽ മതി, അല്ലെ ആ രീതിയിലേക്ക് എന്തെന്നില്ലാത്ത ഒരു അട്രാക്ഷൻ. ഇതിന് പ്രത്യേകിച്ചൊരു കാരണം പറയാനില്ല. ഇതിങ്ങനെ ചില ആളുകൾക്ക് ചില സമയങ്ങളിൽ തോന്നുന്ന ഒരു കാര്യം. അപ്പോൾ അത് ചിലപ്പം ആഴ്ചകളോ മാസങ്ങളോ ചിലപ്പോൾ വർഷങ്ങളോ ഒക്കെ നീണ്ടുപോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് പ്രേമം, പ്രണയം ആ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കാര്യമാണെന്ന്. അങ്ങനെയല്ല എന്നാണ് പറയുന്നത്. അതായത് ഒരു മാനസിക അവസ്ഥയാണ്, ഒരു മാനസിക രോഗമൊന്നുമല്ല, പക്ഷേ ഒരു മാനസിക അവസ്ഥയാണിത്. ഇങ്ങനെ ചിലപ്പോൾ തോന്നിപ്പോകാം. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് വളരെ ജെനുവിൻ ആത്മാർത്ഥ പ്രണയം കൊണ്ട് തോന്നുന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെന്ന്. അപ്പോൾ എതിർ ഭാഗത്തുള്ള ആൾ, സ്ത്രീയാകാം പുരുഷനാകാം, അവർ ചിലപ്പം ലോഹ്യം കാണിച്ചാൽ അതിഭയങ്കരമായ സന്തോഷമായി, ലോഹ്യം കാണിച്ചില്ലെങ്കിൽ വലിയ ദുഃഖമായി. ഇനി ഇതൊന്നുമില്ലെങ്കിൽ കുറേ കഴിയുമ്പം പിന്നെ ഇതങ്ങ് തന്നെ കെട്ടടങ്ങി പോവുകയും ചെയ്യും, ഇല്ലാതായി പോവുകയും ചെയ്യും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതൊരു മാനസിക വിഭ്രാന്തി പോലെ നമ്മൾ കണക്കാക്കേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു. ഇത് രോഗമൊന്നുമല്ല, ഒരു പ്രശ്നവുമല്ല. പക്ഷേ കേരളത്തിലെ പല കാര്യങ്ങളും, ഈ പെൺപിള്ളേരൊക്കെ ചാടിപ്പോകുന്നതും ഓടിപ്പോകുന്നതും, അല്ലെങ്കിൽ അവനെ കെട്ടുന്നു ഇവനെ കെട്ടുന്നു ഒക്കെ, അത് പലതും ഇങ്ങനെയുള്ള ചില അനുഭവങ്ങൾ കൊണ്ടാണോ എന്നാണ് എനിക്കിപ്പോൾ സന്ദേഹം തോന്നുന്നത്. അങ്ങനെയുള്ള സംഭവങ്ങൾ കേരളത്തിൽ ധാരാളമായിട്ട് കാണുന്നു. പിന്നെ വീട്ടുകാരെ ധിക്കരിച്ചുകൊണ്ട് ഒട്ടും യോഗ്യനല്ലാത്ത, തനിക്ക് ഒട്ടും ചേരാത്ത വരൻ്റെ കൂടെ പോവുക, ജാതി മത ഭിന്നതകൾ ഇതെല്ലാം മറന്നുകൊണ്ട് പോവുക, ഇങ്ങനെയുള്ള ആ ഒരു അവസ്ഥ. അപ്പോൾ അത് മിക്കപ്പോഴും എനിക്ക് തോന്നുന്നത് ഈ പ്രേമം അല്ല, അത് ഇവനായിരിക്കും സാധനം, ലിമറൻസ്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ആരെങ്കിലുമൊക്കെ വായിച്ച് പഠിക്കാവുന്നതാണ്. അത് സൈക്കോളജിസ്റ്റുകൾ, എന്തായാലും അതൊരു മാനസിക രോഗമല്ല, പക്ഷേ അത് വന്നു കഴിഞ്ഞാൽ ആ താല്പര്യത്തിൻ്റെ ഇടയിൽ ആ താല്പര്യം കൊണ്ട് ഓരോന്ന് കാട്ടിക്കൂട്ടിയെന്ന് ഇരിക്കും. അപ്പോൾ പിന്നീടായിരിക്കും ആ കാര്യങ്ങളുടെ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരിക. അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ തന്നെ കെട്ടടങ്ങിപ്പോവും. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഈ പറയുന്ന വ്യക്തി ആ താല്പര്യം തോന്നുന്ന വ്യക്തി ഇല്ലാതാകുമ്പോഴോ അവിടുന്ന് മാറിപ്പോവുക, അല്ലെങ്കിൽ നമ്മൾ അവിടുന്ന് മാറിപ്പോവുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അത് കെട്ടടങ്ങിപ്പോവും. ഇങ്ങനെ പല രീതിയിൽ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് സ്വയം തന്നെ തോന്നി മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. സ്വയം തന്നെ ഇതിൽ ഒരറിവ് നേടി, അയാൾ ഇങ്ങനത്തെ ആളാണ്, പക്ഷേ നമുക്കിങ്ങനെ തോന്നുന്നത് ശരിയല്ല എന്ന് സ്വയം തോന്നി മാറിപ്പോകാനും സാധ്യതയുണ്ട്. എങ്ങനെ വന്നാലും ഈ ഒരു മാനസികാവസ്ഥ ഉള്ളവർ ധാരാളം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നമ്മൾ തന്നെ, ഈ അവസ്ഥയിൽ കൂടി പോകുന്നവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നമ്മൾക്ക് മറ്റൊരാളോടുള്ള താല്പര്യം വീട് വിട്ടിറങ്ങിപ്പോകാനും, അല്ലെങ്കിൽ ഒരുത്തനെ കെട്ടാനും, അല്ലെ അവൻ്റെ കൂടെ ഒളിച്ചോടാനും ഒക്കെ പോകുന്നതിന് മുമ്പ് ഇത് ശരിക്കുള്ള സ്നേഹമാണോ, ശരിക്കുള്ള പ്രേമമാണോ എന്ന് ഒന്നൊന്ന് ആലോചിച്ച് നോക്കണം. ഈ ലിമറൻസ് ആണോ ഇതിൻ്റെ പിന്നിൽ കിടക്കുന്നതെന്ന്. അപ്പോൾ ഇവൻ ആണ് വില്ലനെങ്കിൽ ഇത് തൽക്കാലത്തേക്കുള്ളൊരു അഭിനിവേശം മാത്രമാണ്. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കെട്ടടങ്ങും. അതിന് വലിയ പ്രാധാന്യം ഉണ്ടാവാനും പോകുന്നില്ല. അഗാധമായ ഒരു സ്നേഹമൊന്നും അല്ല അത്. സ്നേഹത്തിന് വേറെ പ്രേമം, പ്രണയം എന്നൊക്കെ പറയുമ്പം അതിന് ഒരു പരസ്പര ബഹുമാനമുണ്ട്, പരസ്പരം ഒരു കരുതലുണ്ട്, ആ പരസ്പരം അതിലൊരു ദ്രോഹ ചിന്തയില്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഇതിലും അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇത് ഒരു അകാരണമായ ഒരു അഭിനിവേശം, ആ അകാരണമായ അഭിനിവേശം പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ അങ്ങനെ വരുമ്പോഴാണത് ഒരു മാനസിക അവസ്ഥയായിട്ട് മാറുന്നത്, മാനസികമായിട്ടൊരു പ്രത്യേക ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പോൾ എന്തായാലും ഈ വാക്കൊന്ന് പരിശോധിക്കുന്നതും അത് താല്പര്യമുള്ളവരൊന്ന് പഠിക്കുന്നതും നല്ലതാണെന്ന് തോന്നുന്നു.